पति ब्रह्मचारी। പക്ഷെ മാപ്പ് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ അവസ്ഥകളെല്ലാം മാറും. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയാ, നീ മാപ്പ് ചോദിക്ക്, എന്നിട്ട് എന്നോടൊപ്പം വാ. അച്ഛന്റെ തീരുമാനം എന്താന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇവരുടെ കയ്യിലെ സ്നേഹമുള്ള സ്വത്ത്. മോളിവിടെ എത്ര കാലം ഉണ്ടാകുമോ അത്രയും കാലം നീ എന്റെ മകളായിരിക്കും. അതിന്റെ മുന്നിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്തൊക്കെ വെറും വേസ്റ്റ് ആച്ചാ. നീ ഇന്ന് ചെയ്യുന്ന ഈ തെറ്റുണ്ടല്ലോ മോളെ, അത് തിരുത്താനുള്ള അവസരം പിന്നെ ഒരിക്കലും ഞാൻ തരില്ല. ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നിനക്ക് സാധിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തോറ്റ് ശീലമില്ലാത്ത വ്യക്തിയാണ് സൂരജ് ഗുലാബ് സിംഗ്. ഇവളെന്റെ കാലിൽ വീഴുന്ന മാപ്പ് ചോദിക്കുന്ന സാഹചര്യം ഞാൻ ഉണ്ടാക്കും. സാമം, ദാനം, ദണ്ഡം, ഭേദം എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ട അവസ്ഥയിൽ കൊണ്ട് എത്തിക്കണം അവളെ. ശരി സാർ. നിനക്കൊന്നും നാണമില്ലേ? ഇപ്പോഴീ പാവം പെൺകുട്ടിയെ കയ്യിൽ കെട്ടിയിട്ടിരിക്കാം. എന്തിനാ നിൽക്കുന്നത്? ഞാൻ നിൽക്കില്ല. ഞാൻ ഇവളെ കെട്ടഴിച്ചു വിടാൻ പോവാ. കാരണം ഞാൻ ഇവൾക്ക് വാക്കുകൊടുത്ത സരള ചേട്ടത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാന്ന് ഞാൻ വാക്കുകൊടുത്ത. ഇവളെന്റെ മോളാ. ഇവള് നിങ്ങളുടെ മകളാവുന്നത് പിന്നെ അതിനു മുമ്പ് എന്റെ ചുമതലയുണ്ട്. അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. ഇതും തൽക്കാലം അങ്ങനെയാണെന്ന് കരുതിയാൽ മതി. അച്ഛാ പ്ലീസ്, ദയവായി എന്റെ ജോലിക്കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നിപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ അമ്മയോടെ നിൽക്കാം. വേണ്ട മോനെ, ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയിക്കോ. ഞാനും കാവ്യമോളും കൂടെ ഇവിടെ നിൽക്കാം. ചെല്ല്. ഇത് ഞാനിവിടെ നിന്നാ പിന്നെ രാവിലെ ജോലിക്ക് എങ്ങനെ പോവും? ഞാനാണെങ്കിൽ ഒരു തയ്യാറെടുപ്പ് എടുത്തിട്ടുമില്ല. അച്ഛാ, ഞാൻ നിൽക്കുമായിരുന്നു, പക്ഷെ നാളെ മുതൽ എൻ്റെ പാർട്ട് ടൈം ജോലി തുടങ്ങുക. അച്ഛാ പ്ലീസ്, ദയവായിട്ട് പോവല്ലെന്ന് പറയല്ല. ഞാൻ പഠിത്തത്തിന്റെ കൂടെ ജോലി മാനേജ് ചെയ്തോളാം, ഉറപ്പാ. അതെ, എനിക്കോട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. രാത്രി മുഴുവൻ ചെറുക്കനെ പഠിപ്പിക്കണം, രാവിലെ ചെന്ന് കട തുറക്കണം, ഇഷ്ടം പോലെ പണികളാ. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ചിറ്റപ്പ, ചിറ്റപ്പന്റെ കൂടെ ഞാൻ നിൽക്കാം. ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ എങ്ങനെ ശ്രമിച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് മുതലാളിയോട് മാപ്പ് ചോദിക്കും. എന്നാ ഞാൻ വിടാം. ഞാൻ നിങ്ങളെ വിടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. സാറിനോട് മാപ്പ് ചോദിക്കും, എന്നിട്ട് ഗുലാബ് കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എങ്ങോട്ടാടാ? അതെ, എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം.
അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ തല ചേട്ടത്തി. പോയി. എന്താ വീട് എന്നെ വിടാനല്ലേ പറഞ്ഞ അയ്യോ, എന്നെ വിടാനാ പറഞ്ഞ പ്രിയ ഓടിക്കരുത്, ഒന്ന് വേഗം വാ, ഇവളൊന്ന് പിടിച്ചിട്ട് എന്നെ സഹായിക്കും. അല്ല എന്താ ഇതൊക്കെ എന്തിനാ ഇവരിങ്ങനെ ഇവള് കെട്ടിയിടുന്നത് കൊട്ടാരത്തിൽ കഴിഞ്ഞതാണോ അതോ തൊഴുത്തിൽ കഴിഞ്ഞതാണോ? നോക്ക്, രാവിലെ എത്ര വൃത്തിയാക്കിയിട്ട് പോയതാ, ഒക്കെ നാശമാക്കി. കണ്ടില്ലേ? എന്റെ ഏടത്തി അതൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. ഇതൊക്കെ ശരിയാണ്. നിക്ക് അവിടെ. മര്യാദയ്ക്കൊരു സഹായം ചെയ്യില്ല. വീട് നശിപ്പിക്കുന്നതിനുള്ള മുമ്പില്ല. മര്യാദയ്ക്കുള്ള പിടിച്ച് കെട്ടിയില്ല. ഇവളെന്താ കാട്ടുപൂച്ചയോ? എന്റെ കൈയൊക്കെ മാന്തി പൊളിച്ചു ഇവള്. ഇവളെ ഞാൻ ഇവളെ എന്നെ ഒഴിച്ചു വിടാൻ നിങ്ങളിങ്ങനെ കെട്ടിയിടുന്ന വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. സാറിനോട് മാപ്പ് ചോദിക്കണം, അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ എന്താ ചെയ്യേണ്ടത് നീ അല്ല എന്നെ പഠിപ്പിക്കണ്ടേ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്ന് വെച്ചാ ഇവൾ ഇവിടുന്ന് പോവൂലെന്ന്. നമ്മുടെ തലേ കയറി ഡിസ്കോ ഡാൻസ് കളിക്കുമെന്ന്. റിയാ, കണ്ടല്ലോ നിന്റെ ചേട്ടത്തിയെ. ഇവളിനി എന്തൊക്കെ പുകിലാണോ എന്തോ കാണിക്കുന്നത്. എനിക്കാണേ കുപ്പി വന്ന് തലയിൽ തട്ടിയ പിന്നെ എല്ലാം 2-3 കൈയെ കാണണേ. തലയും കറങ്ങുന്നു. ചേട്ടത്തി, അതെ ഒരു മിനിറ്റ്, ഇവരുടെ കാര്യം നിക്കട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ, നമുക്കാദ്യം ഈ തലയുടെ കാര്യം ശരിയാക്കാം. ഇവിടെ വിടരുത് കേട്ടോ. അതൊന്നും ചേട്ടൻ വിടില്ല. വാ. ടൗണിലെ ഒരു അമ്പലത്തിലെയും ഒരു കാണിക്കവഞ്ചിയും ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, മനസ്സിലായോ? ഒരു പ്രസാദത്തിനും ഒരു കുറവും ഉണ്ടാവരുത്. നീ അച്ഛനാവാൻ പോവാടാ മോനെ, ഞാൻ മുത്തച്ഛനും. അതുകൊണ്ട് നീ വിശാലമായിട്ട് ദാനം ചെയ്യ. ഗുലാബ് സിംഗിന്റെ വംശം വലുതായിക്കൊണ്ടിരിക്കുക. അച്ഛ, പക്ഷേ വംശം മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണ്ടേ? എന്റെ ഗർഭത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ പറഞ്ഞത്? ഇവിടെ ഇത്രയും ദിവസമായിട്ട് നീയൊക്കെ ഇവിടത്തെ വക്കീലടാ. നിന്റെ ഭാര്യ ഇത്രയും ദിവസം ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞിട്ട് നിനക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്മുടെയൊക്കെ പ്രതീക്ഷ തകർത്തുകൊണ്ട് പാപോ ഇവിടെ ചെയ്തിരിക്കുന്നേ. ഇതിന്റെ ശിക്ഷ ഇവിടെ അനുഭവിച്ചേ തീരും. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ഇവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇന്നു മുതൽ ഇവളുടെ നിഴല് പോലും ഗുലാബ് സിംഗിന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് പതിച്ചു പോകരുത്. ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്ക്, ഇപ്പോൾ തന്നെ, വേഗം. പക്ഷേ അച്ഛാ, അതെ, ഇറങ്ങിക്കൂടുന്ന അനുരാഗ്, അരുത്, അരുത്. ഞാൻ പറയട്ടെ. മുത്തശ്ശി, 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 പ്ലീസ് വേണ്ടെന്ന് പറയും മുത്തശ്ശി. ഇങ്ങനൊരു പെണ്ണിനെ കൊണ്ട് ഇവിടെ എന്ത് കാര്യം? കുടുംബത്തിന് അവകാശം തരാൻ പറ്റാത്ത ഇവളെന്തിനാ ഇവിടെ? ഇല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ രാവിലെ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്ന സമയം. എഴുന്നേക്ക്. ഇനിയിപ്പോ സൗകര്യമായിട്ട് ഉറങ്ങണമെന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയൂ, എന്നിട്ട് നിങ്ങളുടെ രാജകൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള മോഹം കൈ വെച്ചാ മതി. മാപ്പ് എന്തായാലും ചോദിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഫോണൊന്ന് കൈക്കലാക്കണം, പിന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വേവുക. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കേ? പ്രിയ,
റിയ വന്നേ. സോറി ചേട്ടത്തി, ഇന്ന് എന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ പോണം. ഞാൻ ചേട്ടത്തിയെ സഹായിക്കാൻ റിയെ പറഞ്ഞുവിടാം, പോരെ? റിയെ പറഞ്ഞയക്കാന്ന്. റിയ, ഒക്കെ കണക്ക് തന്നെ, ഒന്നിനെയും കാണില്ല. എല്ലാത്തിനും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ വിധി. എന്റെ കൈ ഒന്ന് അഴിച്ചുവിട്, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ശരി, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ചുമ്മാ വിശന്ന് ചാവേണ്ട അവസ്ഥ വരണ്ട. എന്തു പറ്റി മോളെ? നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നേ? നോക്ക്, ഈ കുടുംബത്തിന് അനന്തരവാശിയാ നിന്റെ വയറ്റിലുള്ളത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ചെല്ല, പോയി റെസ്റ്റ് എടുക്ക. ചെല്ല അനുരാഗ്. ലക്ഷ്മി ഒന്ന് സൂക്ഷിക്കേ. വാ. നിക്ക് ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. വാ. ഇവൾക്ക് മുളവിന്റെ എരിവ് സഹിക്കാൻ പറ്റില്ലെന്നാ വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്താൽ അവളെ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. എന്നിട്ട് അവൾ സാറിന്റെ കാലിലൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്യും. കഴിക്ക. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇത്രയും നേരം വിശക്കുന്നു വിശക്കുന്നു എന്നായിരുന്നല്ലോ പരാതി. ഇപ്പൊ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ കഴിക്കാൻ വയ്യേ? ഇനി മരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? കഴിക്ക. കഴിക്ക. ഇവന്റെ ശ്രദ്ധ തെറ്റിച്ച ഫോൺ കൈക്കലക്കേ പറ്റൂ. എന്ത് വൃത്തിയോടെ കാണിച്ചേ? ഒരാളുടെ മുഖത്തോട്ടാണ് തുപ്പുന്നേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ നീ എന്തിനാ ഇത്ര എരിവ് തന്നെ? പോയി വേറെ എടുത്തോണ്ട് വാ, പോ. ഏയ് ഹലോ ഹലോ രാജകുമാരി, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമയത്ത് ഒരൊറ്റ ഭക്ഷണം ഉണ്ടാക്കൂ, മനസ്സിലായോ? അതാണെങ്കിൽ നിങ്ങൾ തുപ്പി നാശമാക്കി കളയും ചെയ്തു. ഞങ്ങൾ ഇതൊക്കെ തന്നെ കഴിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് സോറി പറ, എന്നിട്ട് വീട്ടിലേക്ക് പോയി, എന്നിട്ട് എന്താന്ന് വെച്ചാൽ കഴിച്ചോ. അതിപ്പോ നീ നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീയും അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്ക. എന്നിട്ട് ഈ ഗുണ്ട പണിയൊക്കെ ഒന്ന് നിർത്താം. നിനക്ക് എന്തായാലും മാപ്പ് ചോദിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടല്ലോ. എന്റെ വീടിനെ കുറിച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, മനസ്സിലായോ? എന്നാൽ നിനക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഒരു അത് അവകാശവും ശരി. ഈ ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്താണ് മാഡം. കൊട്ടാരത്തിൽ നിന്ന് നേരെ കുടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നല്ലേ? AC കാറിന്റെ ഗ്ലാസ് കുറച്ച് താഴ്ത്തി കഴിഞ്ഞാ അപ്പൊ നിങ്ങൾ ലോകം വേറെ രീതിയിലാണ് കാണുന്നത്. ഈ പുറത്ത് ചുട്ടുപൊള്ളുന്ന ഈ വെയിലുണ്ടല്ലോ, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ ഇളക്കി കളയും. വെള്ളം പൈപ്പ് വെള്ളം പോലും കുടിക്കാത്ത ആളല്ലേ? പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ വളരെ പാവങ്ങളാ മാഡം.
നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. മുതലാളിയോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ ഇനി എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. മാത്രമല്ല എന്റെ കുടുംബം ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വരും. മനസ്സിലായോ? ഇത് വീടാണോ അതോ കൊട്ടാരമാണോ? ആ നിങ്ങളാരാ? അത് ഞാനിവിടെ കെയർടേക്കറിന്റെ ജോലിക്ക് വേണ്ടി വന്നതാ. ആഹാ ആയിരിക്കൂ. ഞാൻ ആരോ മോനെ വിളിക്കാം. ഉം. ആ അവിടെ. താങ്ക് യു. ഈശയെടുത്ത് ഇവിടെയായിരുന്നോ താമസിച്ചിരുന്നത്? അയ്യോ, ഒരു സാധനം ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് മാറ്റുന്നതാ ബുദ്ധി. തല്ലിപ്പൊളി സാധനങ്ങൾ എപ്പോഴും മെനക്കെടുത്തേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. How dare she? ഇവളെന്നെ കളിയാക്കാണോ? ഇതാണ് ഞങ്ങളുടെ ആരോ മോൻ. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഹലോ സർ, ഞാൻ കാവ്യ. അപ്പൊ എവിടുന്ന തുടങ്ങേണ്ടത്? ഐ മീൻ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എന്റെ ബ്ലൂ സോക്സ് കാണുന്നില്ല, അതൊന്ന് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യേ. ഇതെന്ത് മനുഷ്യനാ? സോക്സ് തരാനാണോ ഞാൻ വന്നേ? എന്നെ ഇവിടെ കെട്ടിയിടാൻ ഞാനല്ല പറഞ്ഞേ, നീയാ തീരുമാനിച്ചെ. എന്നെ കൊണ്ട് മാപ്പ് പറയിച്ച് എന്റെ അച്ഛന്റെ മുന്നിൽ ഹീറോ ആവാനാ തീരുമാനം അല്ലേ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നീ പട്ടിണിക്കാരനാ, ദാരിദ്ര്യവാസിയെന്നുള്ള നാട്യമൊന്നും എന്റെ മുന്നിൽ വേണ്ട. നാടകോ? ഇതൊക്കെ നാടകമായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ദാരിദ്ര്യവും ഗതികേടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയോ? ഒരു പെൺകുട്ടി ആവാന്ന് വെച്ചാ എന്താന്ന് നിനക്കറിയോ? വേണ്ടപ്പെട്ടവരുടെ വഞ്ചന എന്താന്ന് നിനക്കറിയോ? പട്ടിണിയാണെങ്കിലും അവന്റെ സന്തോഷം ആരും തട്ടിപ്പറിക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുക. എന്ത് വന്നാലും മാപ്പ് ചോദിക്കില്ല എന്നുള്ള വാശിയില്ല. അസല് മുതലാളിയെ പോലെ തന്നെ. എന്തായാലും ഇവൾക്ക് എന്തായാലും മാപ്പ് ചോദിക്കേണ്ടി വരും. എന്താ സുരേട്ടാ, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, നിങ്ങളാണ് ഈ ഫോൺ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോൺ കട്ട് ചെയ്യുന്നു. നിനക്ക് എന്താ വട്ടുണ്ട്? എന്റെ ഫോൺ ചേടാ. അയ്യോ, ഹലോ, പോലീസ് കൺട്രോൾ റൂം, പറയൂ, ആരാണ്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ ഒരാൾ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ പോലീസിനെ വിളിച്ചു അല്ലേ? അതെ, മാത്രമല്ല നീ എന്നെ ഇവിടെ ബലമായി കെട്ടി വെച്ചിരിക്കാന്ന് ഞാൻ പറഞ്ഞു.
ഇനിയിപ്പോ അവര് ഉടനെ ഇവിടെ എത്തും, നിന്റെ ഈ വീട്ടിലേക്ക്. ആഹാ ആഹാ കൊള്ളാം, അസലായി. മഹാരാജാവ് രാത്രി പോലീസ് സ്റ്റേഷനിൽ അഴിച്ചുകൂട്ടിയിട്ട് വന്നിരിക്കുക. അതിന് ആദ്യം ആരതി കുടിയിട്ടല്ലേ? എന്റെ ഭഗവാനെ, ഞാൻ തോറ്റു. അനിയൻ ഇനി വീണ്ടും തുടങ്ങല്ലേ? പാവം കുട്ടി, അവൻ ഭക്ഷണമെങ്കിലും കഴിക്കട്ടെ. അതെ 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 അതെ, കഴിച്ചോട്ടെ കഴിച്ചോട്ടെ. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? എന്തായാലും ഭാഗ്യമുള്ളത് കൊണ്ടാ പോലീസ് ഇവിടുന്ന് വലിച്ചിഴച്ചോണ്ട് പോകാത്തത്. പക്ഷേ നിങ്ങൾ കണ്ടോ ചേട്ടത്തി, ഒരു ദിവസം ഈ റെക്കോർഡ് മുഴുവൻ തകർത്തെറിയും. അന്ന് പോലീസ് നമ്മുടെ വീട്ടുവാതിൽക്കലെത്തും, നമ്മളെല്ലാം തല കുനിച്ച് നിൽക്കുകയും ചെയ്യും. അയ്യോ അയ്യോ അയ്യോ, നിങ്ങൾ എന്തായി ചെയ്തു വെച്ചത്? നിങ്ങൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ഇവിടെ ഈ വീട്ടിൽ പോലീസ് എങ്ങനെ കയറി വന്ന അച്ഛൻ എന്തുമാത്രം വിഷമമുണ്ടാവുന്നു അപ്പൊ എനിക്ക് നിനക്ക് വയ്യ. എന്തെങ്കിലും ബോധമുണ്ടോ? ഈ ബലമായി കെട്ടിയ താലി കൊണ്ട് എന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന മുറിവ് എന്താന്ന് നീ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ബ്രഹ്മചാരിയായ ഗുണ്ടേ, കള്ളത്തിനെ കുറെ കാലം കർട്ടന്റെ പുറകിൽ മറയ്ക്കാൻ സാധിക്കില്ല. ഇനി നീ തയ്യാറായിക്കോ, പോലീസ് ഉടനെ തന്നെ ഇവിടെ എത്തും. ഇന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നെന്ന് അവരോട് നീ പറഞ്ഞേ പറ്റൂ. ഈ പ്രശ്നത്തിലെല്ലാം മെയിൻ കാരണം നിങ്ങൾ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഞാൻ എന്നെങ്കിലും പറ്റി പിടിതെറിയാൻ പോവാ. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയേ പറ്റൂ. അത് ഇപ്പൊ തന്നെ, ഈ നിമിഷം. ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇത് ആരുടെ വീട്ടിലേക്കാ പോലീസ് വന്നിരിക്കുന്നത്? അറിയില്ല, എന്താണോ? ഇവിടെ ഏതെങ്കിലും പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പറയൂ. ആഹാ, നീ ഇവിടുത്തുകാരനാണോ? അതെ, ആകെ കൂടെ ഒരു തീപ്പെട്ടിക്കൂട് പോലുള്ള സ്ഥലം. ഒരു വീട്ടിൽ സ്വകാര്യം പറഞ്ഞാൽ തന്നെ അടുത്ത വീട്ടിൽ കേൾക്കും. അങ്ങനെ ഒരു പെൺകുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും അറിയാതിരിക്കാൻ പറ്റുമോ? ഉറപ്പായി നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം. കോൾ ഇവിടുന്നാണല്ലോ വന്നേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇവനെ തപ്പിയാ പോലീസ് വന്നത്. മാസത്തിൽ 15 ദിവസം കോടതിയിലും സ്റ്റേഷനിലൊക്കെ ആണല്ലോ. പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവും. അടിയും കത്തിക്കുത്തുമല്ലേ പണി. തെരുവിൽ ഒരു ഗുണ്ടയുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ. ഇവൻ സ്വന്തം ദതയുടെ അവശേഷിക്കുന്ന അഭിമാനം കൂടെ ഇല്ലാതാക്കി. ഇൻസ്പെക്ടർ സാറേ, കിഡ്നാപ്പിംഗ് ആരോ നടത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കിഡ്നാപ്പ് ആരാ ചെയ്തതെന്ന്. എൻ്റെ കൂടെ വരൂ. വാ വാ വരൂ വരൂ. ആ പെൺകുട്ടി ഇവിടെയുണ്ട്. ഈ പെൺകുട്ടിയെയാണ് കെട്ടിയിട്ടിരുന്നത്. ദയവായി നിങ്ങൾ ഈ പെൺകുട്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകണം പ്ലീസ്. അല്ല, എന്നെ കുറിച്ചാണ് പറയുന്നത്? അതേ മോളെ, ഞാൻ നിന്നെക്കുറിച്ച് തന്നെയാ പറഞ്ഞത്. ചേച്ചി, ലേറ്റസ്റ്റ് സൗണ്ട് കേട്ടു നോക്ക്. കേൾക്കാൻ നല്ല രസം ഉണ്ടാവും, നോക്കിക്കോ. സൂരജേട്ടൻ വരുന്നവരെ നിങ്ങളെ ഞാൻ എന്തായാലും ബോറടിക്കാൻ സമ്മതിക്കില്ല. ചേച്ചി, നിങ്ങൾ എന്തിനാ കരയുന്നേ? ചേടാ, ഞാനും എന്തൊരു മണ്ടനാ. വായല് ടവലും കൊണ്ട് കെട്ടിവെച്ച എങ്ങനെ സംസാരിക്കാനാ? എന്നെ അഴിച്ചു വിടുവോ? അയ്യോ, ഞാനില്ല. സൂരജേട്ടൻ വന്നാ എന്നെ തല്ലും. നീ ആരെയും പേടിയില്ലാത്തവനല്ലേ? അത് ശരിയാ, എനിക്കാരും പേടിയില്ല. ഓഹോ, നിന്റെ പേരെന്താ? എന്റെ പേര് ബ്ലൂടൂത്ത് എന്നാ. എല്ലാരും എന്നെ സ്നേഹത്തോടെ ബീട്ടിന്നാ വിളിക്കുന്നെ. ആ, എന്നാ ഞാൻ നിന്നെ ബീട്ടിന്ന് വിളിക്കാം. ബ്ലൂടൂത്ത് ബീട്ടിന്നൊന്നുമല്ല, ബ്രേവ് ടൈഗർ ബീട്ടി. ആ ശരി, എന്നെ പെട്ടെന്ന് അഴിച്ചു വിട്ടെ. എന്നാലേ എനിക്ക് നിനക്ക് ചോക്ലേറ്റും ബലൂൺസും വീഡിയോ ഗെയിംസും ഒക്കെ തരാൻ പറ്റും. ചോക്ലേറ്റോ ബലൂണോ? പ്രോമിസ്? പക്ക പ്രോമിസ്.
നിങ്ങൾ പോലീസിനെ വിളിച്ചിരുന്നോ? നോക്കൂ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ട് പറയൂ, നിങ്ങളെ ഇവിടെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നതാണോ? പറയൂ. അല്ല ഇൻസ്പെക്ടർ, ഇതിന്റെ ഹസ്ബൻഡിന്റെ വീടാ. ഇവരൊക്കെ എന്റെ സ്വന്തം ആൾക്കാരാ. ഞാൻ ഇവിടെ വളരെ ഹാപ്പിയാ, സുഖമായിട്ട് തന്നെയാ കഴിയുന്നത്. എനിക്കിവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ആരുടെങ്കിലും ഫോൺ ഇവിടെ ആരെങ്കിലും എടുത്ത് എന്തെങ്കിലും വികൃതി കാണിച്ചായിരിക്കും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഐ എം സോറി. ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇവള് തന്നെയാണോ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലല്ലല്ലല്ല, ഇതെങ്ങനെ സംഭവിച്ചു? നീ ശരിക്കും ഇവിടെ ഹാപ്പിയാ? ആ, വളരെ ഹാപ്പിയാ. ഇവൾക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? മുമ്പിൽ നിൽക്കുന്നത് പോലീസുകാരല്ലേ? സത്യം പറഞ്ഞ് ഇവിടുന്ന് രക്ഷപ്പെടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ നാടകം കളിക്കുന്നത്? നോക്കൂ മാഡം, നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചോളൂ. നിങ്ങൾ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിൽ വഴങ്ങിയല്ലോ പറയുന്നത്. സമ്മർദ്ദം? എനിക്കെന്ത് സമ്മർദ്ദം ഉണ്ടാവാനാ സർ? 2 ദിവസം മുന്നെയാ എന്റെ കല്യാണം കഴിഞ്ഞത്. ഇതാ അദ്ദേഹം എന്റെ ഹസ്ബൻഡ്. അദ്ദേഹം എന്റെ എല്ലാ ആവശ്യങ്ങളും സന്തോഷവും നടത്തി തരുന്നതാ. ഇദ്ദേഹം ഇവിടെ ഉള്ളപ്പോ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? പറഞ്ഞു കൊടുക്കൂ. ഞങ്ങളുടെ കല്യാണം ഈയിടെ കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളിവിടെ വളരെ സന്തോഷമായിട്ടാണ് കഴിയുന്നത്. ശരി, നല്ല കാര്യം തന്നെ. എന്നാ ഞങ്ങൾ പോട്ടെ. ഇവിടെ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നത്? ശരി സാർ, ഞാൻ എല്ലാം നോക്കിക്കോളാം. പക്ഷേ റോഹൻ എന്താ ചെയ്യേണ്ടത്? ശരി. എന്നാ ശരി സാർ, ഞാൻ എല്ലാം നോക്കിക്കോളാം. സാർ ടെൻഷൻ ആവണ്ട. ശരി. ആ ഡയറിയിൽ റോഹന്റെ അഡ്രസ്സ് കാണും. എങ്ങനെയെങ്കിലും ആ ഡയറിയിൽ നിന്ന് റോഹന്റെ അഡ്രസ്സ് കണ്ടെത്തി അവിടെ എത്തിയേ പറ്റൂ. മോളെ, ഇന്ന് നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത് മറ്റാർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അല്ല മോളെ, ഒരു കല്ല് വിടുന്ന് ചെളി തെറിക്കുമ്പോൾ ആദ്യം ഉയരുന്നത് നമ്മുടെ കൈ തന്നെയായിരിക്കും. അത് തടയാൻ വേണ്ടി എന്നാൽ ഈ വീട്ടിലുള്ളവർ ഈ വീട്ടിന്റെ അഭിമാനത്തെ നേരെ ചെളി എറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ആ ചെളി പറ്റാതെ നീ ഇന്ന് രക്ഷിച്ചു. നീ ചെയ്തത് ഈ കുടുംബത്തിന് നല്ലതാണെങ്കിലും പക്ഷെ എത്ര കാലം നീ ഇങ്ങനെ കഴിയും? ഈ വീട്ടിലുള്ള ആളുകള് സ്വയം നശിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണെങ്കിൽ അവരെ നിനക്ക് എത്ര കാലം രക്ഷിക്കാൻ പറ്റും? ഞാൻ രക്തബന്ധം കൊണ്ട് കുടുങ്ങിപ്പോയതാണ്. ആഗ്രഹിച്ചാലും അത് പൊട്ടിച്ചെറിയാൻ കഴിയില്ല. എന്ന് വെച്ച് നീ ഇതിൽ കുടുങ്ങി കിടക്കേണ്ട ഓരോ ആവശ്യമില്ല. ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മോള് സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഇതിനകം തന്നെ മോള് രക്ഷപ്പെട്ടു പോയനെ. ബ്ലൂ സോക്സ് അവിടെ നിന്ന് കണ്ടില്ലേ? ആ ബെഡിന്റെ അടി നോക്ക്. തല്ലിപ്പൊളി സാധനങ്ങൾ കൊണ്ട് മെനക്കേടെ ഉണ്ടാവും, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. നീ എന്നെ കളിയൊക്കെ ചിരിച്ചതല്ലേ? ഇനി നീ എന്തൊക്കെയാ അനുഭവിക്കാൻ പോകുന്നത് കണ്ടോ?
വെള്ളം താഴെ വീണല്ലോ. പോട്ടെ, ഒരു കാര്യം ചെയ്യ്, ആദ്യം അത് തുടയ്ക്കാൻ നോക്ക്. അതിനുശേഷം താഴെ പോയി വെള്ളം കുടിച്ചാൽ മതി. അലമാരയുടെ മേളിലൊന്ന് ചെക്ക് ചെയ്യണം. ചെല്ലേ. അതാ അവിടെ ഒരു ചെയർ കണ്ടില്ലേ, അത് യൂസ് ചെയ്തോ. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ ബോധ്യാൻ തോന്നുന്നു. സ്വന്തം കാല് നമ്മളെ കൈവിട്ടാനുള്ള അനുഭവം മനസ്സിലായോ? ഇനിയെങ്കിലും ആരെങ്കിലും കളിയാക്കി വെച്ചിരിക്കുന്നതിന് മുമ്പ് ഇത് ഓർമ്മ വെച്ചോ. പക്ഷെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തമാശയായി കാണുന്നവർക്ക് ഈ വീട്ടിൽ ഒരിക്കലും ഒരു സ്ഥാനം ഉണ്ടാവില്ല. കടന്നു പോയിക്കോ അവിടുന്ന്. ഒരാളോട് കാരണം പറയാതെ എങ്ങനെ ശിക്ഷിക്കുന്ന എന്തിനാ? ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തായിരിക്കും? അച്ഛന് മുമ്പിൽ നല്ല കുട്ടിയായിട്ട് നിന്നു, പക്ഷെ അതിനുള്ള തന്ത്രപ്പാടില് ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൊച്ചാവുകയും ചെയ്തു. അല്ല, വായിക്കാനെല്ലാം അറിയാലോ, എന്താണെന്ന് കണ്ടില്ലേ? നിനക്കെന്താ കണ്ണ് കാണില്ലേ? ഞാൻ വിദ്യ. ഈ ബോർഡൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയാ. അങ്ങോട്ട് മോറും. എന്നാലും അവള് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് ഇവിടെ രക്ഷപ്പെട്ട് പോവായിരുന്നല്ലോ. പിന്നെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നേ? ഇങ്ങനത്തെ പെൺപിള്ളേരൊക്കെ കാണാൻ ഭയങ്കര നിഷ്കളങ്കരായിരിക്കും, പക്ഷെ വിളഞ്ഞ വിത്തുകളായിരിക്കും, കള്ളികളുമായിരിക്കും. ആ പിന്നെ എന്താ പറയുന്നതിന്? ശരിക്കും ശരിക്കും ഇരുതല മൂർച്ചയുള്ള വാള് പോലെ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവളെന്താ ഇവിടുന്ന് പോവാത്തെ? പോകാനുള്ള അവസരം നോക്കി ഇരിക്കുവായിരുന്നല്ലോ, എന്നിട്ടും എന്തിനാ ഇവിടെ തന്നെ കിടക്കുന്നേ? അല്ല, അമ്മായി ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. അങ്ങനെ തിരിച്ചു വരുമ്പോ ഈ വീട്ടില് ആ പെണ്ണിനെ കണ്ടാലോ? അതും അമ്മായി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണല്ലേ? അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? അമ്മായിയുടെ അവസ്ഥ എന്തായിരിക്കും? കേട്ടിട്ടില്ലേ, ശരീരത്തിലുണ്ടാവുന്ന മുറിവൊക്കെ എങ്ങനെയെങ്കിലും മായ്ക്കാം, പക്ഷെ മനസ്സിലുണ്ടാവുന്ന മുറിവോ അതൊരിക്കലും മായില്ല. വല്യമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ഇഷ മാഡത്തിനെ ഇവിടുന്ന് പറഞ്ഞേക്കണം. നീ എനിക്കൊരു വാക്ക് തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഇഷ മാഡത്തിന് ഇവിടുന്ന് പറഞ്ഞേക്കാം. അതുവരെ ഈ കാര്യങ്ങളൊന്നും വല്യമ്മ നീ ഒരിക്കലും അറിയിക്കരുത്. ശരി, നീ ഇഷയുടെ കാര്യം നോക്കൂ, അമ്മായിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് തന്നെ ഇഷ മാഡം സാറിനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറായേ പറ്റൂ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയൂരായിരുന്നു. ഇത് മുത്തശ്ശൻ ചേച്ചിക്ക് കൊടുത്തയച്ചതാ. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിന് എന്റെ അമ്മ എന്റെ ചെവി തിരിച്ചു കളഞ്ഞു. ഇനി ഇപ്രാവശ്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്താലേ അമ്മ എന്റെ ചെവി പറിച്ചെടുത്ത് അടുപ്പിലിടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രാവശ്യം കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഫോൺ തരൂ. നിനക്ക് ഓർമ്മയില്ലേ, നീ ബ്രേവ് ടൈഗർ അല്ലേ? ലാസ്റ്റ് ടൈം പ്ലീസ്. ലാസ്റ്റ് ടൈം. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്?
അവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങളോടാ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നേന്ന്? അത് ഞാൻ കണ്ടില്ലേ, തുണികളൊക്കെ കിടക്കുന്നുണ്ടല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം അടുക്കി വെക്കാന്ന്. വിവരം കിട്ട ഗുണ്ട. സാറിനോട് സോറി പറയ്, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ നാടകം കളിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യ ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താ അതിന് നാടകം എന്നാണോ പറയുന്നത്? എന്താ എന്താ പറഞ്ഞേ? ഭാര്യയോ? അതെ, ഭാര്യ തന്നെ. ആ, ഈ താലി നീ തന്നെയല്ലേ കെട്ടി എന്റെ കഴുത്തില്. പിന്നെ നീ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ. വെള്ളം കൊണ്ടുവന്നു, ഡ്രസ്സ് വാങ്ങി തന്നു. അപ്പൊ പിന്നെ നിന്റെയും ഈ വീട്ടിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാ നിനക്ക് എന്താ പ്രോബ്ലം? അത് ശരി, അപ്പൊ നിങ്ങൾ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമോളാണല്ലേ? നല്ല കാര്യം. എന്നാ പിന്നെ ഭാര്യയുടെ ചുമതലകളൊക്കെ നിർവഹിച്ചോളൂ. ഈ വീടിനോടുള്ള കടമ നിറവേറ്റിക്കോ. മരുമോൾക്ക് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഉടനെ മനസ്സിലായിക്കോളൂ. എന്റെ ദൈവമേ, ഞാൻ തോറ്റു. ഇത്രയും വലിയൊരു വിവരം എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ആരും അറിയാതെ കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് തിരക്കായോ? ഹാവു, ഇന്നലെ നീ കാണാൻ വന്നിട്ട് ഓർക്ക ഗുളിയ കഴിച്ചത് കാരണം ശരിക്കും നിന്നെ കാണാൻ പറ്റിയില്ല. അതിന് ഇന്നലെ ഞാൻ വന്നിട്ടേ ഇല്ലല്ലോ. എന്താതെന്ന്? ഞങ്ങൾ എല്ലാരും നിന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? പിന്നെ എന്തിനാ എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത്? അമ്മായി തൽക്കാലം ഇതേ അവസ്ഥയിൽ ഇരിക്കുന്നത് നല്ലത്. എന്നാലേ സ്വയം സത്യം മനസ്സിലാക്കി എന്നെയും സൂരജിനെ ഒന്നിപ്പിക്കാൻ ഇവര് ശ്രമിക്കും. പറയുന്നേ എന്ത് പറയാനാ? എല്ലാം പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നടന്നതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അമ്മായിയുടെ ഇതേക്കുറിച്ച് പറയാൻ എനിക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഓ, എന്റെ ഭഗവാനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എന്തായാലും നീ തന്നെ എന്റെ മരുമകളായിട്ട് വരണമെന്ന്. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. എന്തായാലും നീ സൂരജിന്റെ ജീവിതത്തിലെത്തി. നീ നോക്കിക്കോ, സാവധാനം എന്റെ സൂരജ് പഴയതുപോലെ നല്ല കുട്ടിയായി മാറുന്നത് കണ്ടോ. എന്റെ മനസ്സിന്റെ ആദ്യമൊക്കെ നീ മാറ്റി. നന്നായി വരട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഇഷയെ സൂരജ് ഇവിടെ നിന്ന് ഓടിക്കാതിരിക്കില്ല. പിന്നെ അമ്മായി പറഞ്ഞതുപോലെ ഞാൻ തന്നെ ആയിരിക്കും അവനെ കെട്ടാൻ പോകുന്നത്. അവന്റെ ബ്രഹ്മചര്യ വ്രതം തകർക്കാൻ പോകുന്നതും ഞാൻ തന്നെ ആയിരിക്കും. ഇത് കണ്ടോ, ഇത് എന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയാ. നീ മുഖം കാണിച്ചതിനുള്ള സമ്മാനം. ഇതെപ്പോഴും സൂക്ഷിച്ചു വെക്കണം കേട്ടോ. എപ്പോഴാ നീ എന്റെ പാവക്കുട്ടിയെ കൊണ്ടുവരുന്നേ? ഉടനെ തന്നെ ഉണ്ടാവും സാർ. ഞാൻ മാക്സിമം ശ്രമിച്ചോണ്ടിരിക്കുക. പക്ഷെ ഇഷ ഭയങ്കര വാശിയിലാ നിൽക്കുന്നത്. വിരണ്ട കുതിരയും മതം പൊട്ടിയ ആനയും കാട്ടുമൃഗങ്ങളെയൊക്കെ മയക്കുവെടി കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ സൂരജ്. അതുപോലെ ഇങ്ങോട്ട് വരികയല്ലാതെ മറ്റൊരു വഴി അവളുടെ മുന്നിൽ ഉണ്ടാകരുത് സൂരജ്. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, അവളുടെ മുഖത്ത് മാത്രം ഒരു പോറൽ പോലും ഉണ്ടാകരുത്. ശരി സാർ, സാറ് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. जरा सा भी मेरी तरह ना कहीं से मैं तेरी तरह कैसी है ये दास्तां ഇതെന്താ? ഒരു ഭാര്യ ആവണമെന്നുണ്ടെങ്കിലേ അതിൻ്റെതായ ചില നാട്ടു നടപ്പുകളൊക്കെ ഉണ്ട്. ഇത് മുഖം കാണിക്കുന്നുള്ള ചടങ്ങാ. തെരുവിലുള്ളവരെല്ലാം ഈ ബ്രഹ്മചാരിയുടെ ഭാര്യയെ കാണാൻ വരുക. പിന്നെ ഇത് ലഹങ്കയാ. ഇതിട്ടോ നല്ലൊരു ഭാര്യയായിട്ട് അണിഞ്ഞൊരുങ്ങി വാ. നിന്റെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. കൊല്ലം കൊണ്ടുവന്നിരിക്കാം ബ്രഹ്മചാരി. എവിടെ നിന്നാണോ എന്തോ ഇത്രയും വെയിറ്റുള്ള ലഹങ്ക വാങ്ങി ഒരു പിന്നു പോലും കുത്താൻ പറ്റുന്നില്ല. ഇതിപ്പോ ഒരു വെയിറ്റുള്ള പടച്ചട്ട ഇട്ട പോലെ ഉണ്ടല്ലോ. ഈ ഷോളിന് അതിനേക്കാളും വെയിറ്റാ.
അല്ല നമ്മുടെ പുതുമണവാട്ടിയെ വിളിക്ക്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ, നിന്റെ കല്യാണം പെട്ടെന്ന് നടക്കട്ടെ. ഇന്നലെ രാത്രി വരെയും പോണെന്നുള്ള വാശിയായിരുന്നു മഹാറാണിക്ക്. ഇപ്പോഴോ ഇതിന്റെ ഭർത്താവിന്റെ വീടാണത്രേ. പിന്നെ സൂരജോ ബ്രഹ്മചാരിയുടെ മുഖംമൂടിയും വെച്ച് നടക്കാം. കണ്ടില്ലേ, ഭാര്യയുടെ മുഖം കാണിക്കാൻ നടക്കാം. ഇവിടെ ഉള്ള ജോലി ചെയ്ത് 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 മനുഷ്യന്റെ നാട്ടു ഒടിയാറായി. ചേട്ടാ, എന്തിനാ ഈ മുഖം കാണിക്കൽ പരിപാടിയൊക്കെ? എന്തിനാ തെരുവിലുള്ളവരൊക്കെ വിളിച്ചിരിക്കുന്നേ? ഇവിടെ ഒരാൾക്ക് ഭാര്യയാവാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ മഹാറാണിയുടെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുത്തതാ. ചേട്ടാ, ചേട്ടന്റെ തലയിലുള്ള പ്ലാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, രാവിലെ പോലീസുകാരെ കണ്ടപ്പോ തന്നെ അച്ഛൻ ആകെ മൂടോട്ടായതാ. ഇനിയിപ്പോ അത് കൂടുതൽ വഷളാക്കാൻ നിക്കല്ലേ? എന്റെ മൂഡ് വളരെ മോശ. വെറുതെ നീനെ ദേഷ്യം പിടിപ്പിക്കരുത്. അകത്ത് പോയി നീ നിന്റെ ജോലിയാ നോക്ക്. ചെല് പോവാൻ. എന്തൊക്കെ നോക്കി എടുക്കുന്ന പണിയെടുക്കാൻ കൊണ്ട്. ശരിക്കും മണവാട്ടിയുടെ മുഖം കാണുന്ന പരിപാടി അമ്മായിയമ്മയാണ് തുടങ്ങി വെക്കേണ്ടത്. പക്ഷേ ഇതിപ്പോ സരള ചേച്ചി ഹോസ്പിറ്റലായി പോയില്ലേ, എന്ത് ചെയ്യും? അതെ ആന്റി, ജാനകി ചേച്ചി മരുമോളുടെ മുഖം കാണൽ പരിപാടിയൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചാൽ നടത്തി കഴിഞ്ഞു. അത് ശരി. ബായ്. ആ സുരേട്ടാ, ആ ലൈറ്റ് ഓൺ ചെയ്. अजब है कहानी, गजब है फसाना है रिश्ता ये कैसा किसी ने न जाना। अलग है मिजाज एक दूजे से बिल्कुल, पर चल रहा कारवां ये कारवां। एक है ज़मीन एक है दोनों ही है, पर लंबी है दूरियां, दूरियां। तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ, तू कहाँ मैं कहाँ। ആഹാ, രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയാ. ശരിക്കും ശ്രീരാമനെ സീതയെ പോലെ. നിന്നെടുത്ത് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എന്നുവെച്ചാ മനസ്സിലാക്കി തരാം. മരുമക്കളെ ഇവിടെ കയറി വരുന്നവരൊക്കെ ഡാൻസ് ചെയ്യേണ്ടി വരും. മാത്രമല്ല, അതിഥികൾ എന്തൊക്കെ ആവശ്യപ്പെടുന്നു അതെല്ലാം ചെയ്യേണ്ടി വരും. എടാ, നീ ലൈറ്റ് നോക്കി. നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അച്ഛനെയാണോ? അദ്ദേഹം ഇവിടെ ഇല്ല. നിങ്ങൾ ആരും രക്ഷിക്കാൻ പറ്റില്ല. ഡാൻസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയും, എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. മ്യൂസിക്. അപ്പൊ ഈ വീട്ടിൽ പുതിയതായി വന്നിരിക്കുന്ന മരുമകൾ സ്വന്തം ടാലന്റ് നിങ്ങളെ കാണിക്കും. അതും ഡാൻസ് ചെയ്തുകൊണ്ട്. ആടിക്കൈ. ചേട്ടാ, എന്താ ഈ ചെയ്യാൻ പോകുന്നത്? ഏട്ടത്തി എല്ലാവരുടെ മുമ്പിലും കോമാളിയാക്കാൻ പോവാണോ? ഇതൊട്ട് ശരിയല്ല കേട്ടോ. നീ മിണ്ടാതിരിക്കെ. എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. മാറി നിൽക്കാൻ കൊണ്ട്. എടി കാവ്യ, ചെയ്യട്ടെന്നേ. അങ്ങനെ നമുക്കും ഇഷ്ടച്ചേട്ടത്തി ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഒരു അവസരം കിട്ടുമല്ലോ. പറയാൻ പറ്റില്ലടി, ചിലപ്പോ പണക്കാര് മാത്രം ചെയ്യുന്ന സ്റ്റെപ്പ് എല്ലാം കിട്ടിയാലോ. റിയ പ്ലീസ്, ഇത് തമാശയൊന്നും അല്ല കേട്ടോ. അതിനിപ്പം മോളായാലും മരുമോളായാലും അവരെ ഒരു കാഴ്ച വസ്തുവാക്കാൻ ആർക്കും അവകാശമില്ല. ഞാൻ അവൾക്ക് ഓപ്ഷൻ കൊടുത്തതാ. പക്ഷെ ഇവൾക്ക് ഇവിടെ ഒരു കോമാളിയാകുന്നതിനേക്കാളും വലുത് ഇവളുടെ പിടിവാശിയാ. പിന്നെ ഞാൻ എന്ത് ചെയ്യും?
हर बंदिश से छूट के बस इश्क कर അയ്യോ എന്തൊരു ഭംഗിയാ മോളെ ഈ ഡ്രസ്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ. എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കണോ? ആ 1-2 സ്റ്റെപ്പ് കൂടെ കളിക്കുന്നേ. ആ അങ്ങനെ അതെ മതി 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 ഏട്ടത്തി ക്ഷീണിച്ചു. ക്ഷീണിച്ചെന്നോ? നീയൊക്കെ എന്തായി പറയുന്നത്? കണ്ടില്ലേ, ഇവള് നല്ല ഫ്രഷ് ആണ്. ചുരുങ്ങിയത് ഇനി ഒരു 2 മണിക്കൂറെങ്കിലും ഡാൻസ് ചെയ്യാൻ പറ്റും അല്ലേ?